പഠനം കാര്യക്ഷമമാക്കാൻ ഉള്ള ഒരു എളുപ്പവിദ്യ. വളരെ മോശമായി പഠിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉജ്ജ്വലമായി പഠിക്കുന്ന അവസ്ഥയിലേക്ക് പലരും ഉപയോഗിച്ച് പ്രാക്ടിക്കലാക്കിയ വിദ്യ ഉയർന്ന മാർക്ക് വാങ്ങാൻ ഏറെ പേരെ സഹായിച്ചിട്ടുള്ളൊരു വിദ്യ. ബിറ്റ് മെത്തേഡ്, തുണ്ട് രീതി. ഒരു പക്ഷേ ബിറ്റ്, തുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിരി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിങ്ങനെയാണ്: പരീക്ഷയ്ക്ക് തുണ്ട് കൊണ്ടുപോയി കോപ്പി അടിച്ചാൽ ഉയർന്ന മാർക്ക് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഒരു പക്ഷേ ഇപ്പോൾ മനസ്സിൽ ചിരിക്കുന്നുണ്ടാകും. എന്നാൽ ഞാൻ പറയുക ഇങ്ങനെയാണ്: നിങ്ങൾ തുണ്ട് കൊണ്ടുപോകണം എല്ലാ ദിവസവും, പരീക്ഷാ ദിവസങ്ങളിലൊഴികെ. നമ്മൾക്ക് പഠിക്കേണ്ട ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ, ഉപന്യാസങ്ങളുടെ പോയിന്റുകൾ, 6 മുതൽ 10 വരെ സൂത്രവാക്യങ്ങൾ, രാസവാക്യങ്ങൾ, പദ്യശകലങ്ങൾ തുണ്ടുകളിൽ എഴുതി പോക്കറ്റിലിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിലിട്ട് കൊണ്ട് നടക്കുക. എപ്പോഴൊക്കെ നമ്മൾ പോക്കറ്റിൽ കൈയിടുമ്പോഴും ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറക്കുമ്പോഴും ഈ തുണ്ട് കയ്യിൽ തടയുമ്പോൾ അതൊന്ന് എടുത്തു നോക്കുക. ചിലർ പറയും മനുഷ്യർക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ട് എന്ന്. പലവരു കണ്ട കടലാസ് കഷണത്തിലെ വരികൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ പതിയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പലവരു കണ്ട കാര്യം അല്പം സമയം കൂടുതലുള്ളപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് എടുത്ത് വായിച്ചാലോ? ഇങ്ങനെ പോക്കറ്റിലോ ഇൻസ്ട്രുമെന്റ് ബോക്സിലോ കൊണ്ട് നടക്കുന്ന ബിറ്റുകളും തുണ്ടുകളും അതിലെഴുതപ്പെട്ടവ വൈകുന്നേരത്തിനുള്ളിൽ, രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്തിനുള്ളിൽ ഹൃദിസ്ഥമാക്കാൻ നമ്മൾ മുൻകൈയെടുത്തിരുന്നെങ്കിൽ, രാത്രി കിടക്കാൻ പോകുമ്പോഴും അത് പൂർണ്ണമായി ഹൃദിസ്ഥമായിട്ടില്ലെങ്കിൽ അത് പ്രത്യേക ശ്രദ്ധയെടുത്ത് ഒന്ന് കാണാപ്പാഠമാക്കാൻ നോക്കുക. ഒരു അക്കാദമിക വർഷത്തിൽ 200 പ്രവൃത്തി ദിവസങ്ങളുണ്ടെങ്കിൽ അവധി ദിവസം കൂട്ടേണ്ടതില്ല. 200 പ്രവൃത്തി ദിവസങ്ങൾ മാത്രം 200 തുണ്ടുകൾ ഇപ്രകാരം പഠിച്ചാലോ? 10 വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു കുട്ടിക്ക് 200 പ്രവൃത്തി ദിവസങ്ങളിൽ 200 തുണ്ടുകൾ പഠിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഓരോ വിഷയത്തിലും ഏകദേശം 20 തുണ്ടുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു പക്ഷേ തുണ്ടുപയോഗിച്ചുള്ള പഠന രീതി കൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു 10% മുതൽ 15% വരെ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓരോ ദിവസവും പഠിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഈ തുണ്ട് കടലാസുകൾ വലിച്ചെറിയാതിരിക്കുക. കാരണം പരീക്ഷാ ദിവസം അതിന് വർദ്ധിതമായ ഉപയോഗമുണ്ടല്ലോ. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് എന്താണ് കൂട്ടുകാർ ചെയ്യുക? പലപ്പോഴും അവർ ചെയ്യുക ഇങ്ങനെയായിരിക്കും: നേരത്തെ സ്കൂളിലെത്തി പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളെയും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. നീ അത് പഠിച്ചോ? അയ്യോ ഞാനത് പഠിച്ചില്ല. ഇത് തീർച്ചയായിട്ടും വരൂട്ടോ. അയ്യോ ഞാനത് നോക്കിയില്ലല്ലോ. പഠിച്ചത് മറന്നു പോകുന്ന രീതിയിൽ പരസ്പരം ടെൻഷൻ അടുപ്പിക്കുക ചില കുട്ടികൾക്ക് വിനോദമാണ്. എന്നാൽ ആ സമയം വിഷയം തിരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ബിറ്റുകൾ ഒന്ന് മറിച്ച് നോക്കിയിട്ട് സ്വയം ഒന്ന് ആശ്വസിച്ചാലോ? മോനെ, മോളെ, നീ ഇത്രയും പഠിച്ചു, ഇനി നീ തോൽക്കില്ല എന്ന കാര്യം ഗ്യാരണ്ടിയാണ്. ആ രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ പഠിച്ചത് മുഴുവൻ നിങ്ങൾ എഴുതാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് കിട്ടാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അനാവശ്യ പിരിമുറുക്കങ്ങളെ മനസ്സിന് സമ്മാനിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ കഠിനാധ്വാനം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ പോരാട്ട വീര്യത്തെ വർദ്ധിപ്പിക്കുന്ന ചില സമീപനങ്ങൾ വിദ്യാർത്ഥി ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാലോ? അത് നമ്മുടെ ജീവിതത്തെ
പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തും. ഭാവിയിൽ പ്രവർത്തന മേഖലകളിൽ ചില എളുപ്പവിദ്യകളായി ഇത് മാറുകയും ചെയ്യും. ഈ ആശംസയോടെ, പ്രാർത്ഥനയോടെ ആത്മമിത്രയിൽ നിന്ന് സ്നേഹപൂർവം ഫാദർ ടോബി ജോസഫ് SJ.